ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളാണ് സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുന്നത്, കേൾക്കുന്നത്, ധ്യാനിക്കുന്നത്. സത്യത്തിൽ പൊള്ളുന്ന സുവിശേഷമാണ് ഇന്നത്തെ സുവിശേഷം. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ അത്ര പ്രിയമല്ലാത്ത വാക്കുകളിലൂടെ ഈശോ നമ്മളോട് കപടതയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ധാരണ നമ്മളിലേക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഈശോ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ആത്മപരിശോധന ചെയ്ത് സ്വയം വിലയിരുത്തി തിരുത്തേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ബോധ്യപ്പെടുത്തി തരിക. പ്രിയമുള്ളവരെ, ഒരു കൊച്ചുകുട്ടി ഒരു ടെലിവിഷൻ അവൻ്റെ വീട്ടിൽ വാങ്ങിയ കഥ ഇപ്രകാരം പങ്കുവച്ചത് ഓർക്കുന്നുണ്ട്. അതൊരു വാതിൽ കൊട്ടിയടച്ചതിൻ്റെ റിസൾട്ടായിട്ടാണ് അവൻ പറയുക. അവൻ്റെ വീട്ടിൽ പണ്ട് TV ഉണ്ടായില്ല. അപ്പോൾ തൊട്ടടുത്തൊരു വീട്ടിലാണ് ഇവൻ TV കാണാനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. മഴയുള്ളൊരു സമയത്താണ് ആ വീട്ടിലേക്ക് അവൻ കയറി ചെന്നത്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ സംരക്ഷണം ചെയ്യുന്നത് കാണാനായിട്ടാണ് അവൻ ആ വീട്ടിലേക്ക് കയറി ചെന്നത്. പക്ഷെ അവൻ പ്രതീക്ഷിച്ച ഒരു പ്രതികരണമല്ല, ഒരു വെൽക്കമിങ് അല്ല അവൻ ആ വീട്ടിൽ നിന്ന് കിട്ടിയത്. നിന്റെ കാലിൽ അഴുക്കണ്ട്, എപ്പോഴും വീട്ടിലേക്ക് കയറി വരുമ്പോൾ നീ അത് ശ്രദ്ധിക്കണം എന്ന് അവിടുത്തെ അമ്മ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് വരുന്നത് അവൻ്റെ തൊട്ടടുത്ത ഒരു ബന്ധുവായിരുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം അവൻ കാണുന്നത് അവൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു ഒനീഡ TV കെട്ടിവെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കുറച്ചുകൂടെയൊക്കെ എല്ലാവരെയും പരിഗണിക്കാനായിട്ട് ശ്രമിക്കാം. ഒരുപക്ഷെ ഒരു വാതിൽ കൊട്ടിയടച്ചപ്പോൾ മറ്റൊരു വാതിൽ തുറന്നുവെങ്കിലും എല്ലാവരെയും പരിഗണിക്കേണ്ടവരാണ്. ഈ ഒരു TV കഥ അവൻ പറയുമ്പോഴും അവൻ പറയുന്നുണ്ടായിരുന്നു, ഒരുപക്ഷെ എൻ്റെ ആ ബന്ധുവിന് അത് വാങ്ങിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അവന് അറിയില്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും തൻ്റെ ബന്ധുവിൻ്റെ മുഖം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ആ മനുഷ്യനും എവിടെയെങ്കിലും ഇതുപോലെ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് പല വാതിലുകളും കൊട്ടിയിട്ടുണ്ടാകാം. ചിലർ തുറന്നിട്ടുണ്ടാകാം, ചിലർ കൊട്ടിയടച്ചിട്ടുണ്ടാകാം. പ്രിയമുള്ളവരെ, നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗം അടച്ചു കളയുന്നു എന്നുള്ള ഒരു വാചകം സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ആ വചനം നമ്മെ എല്ലാവരെയും പലതരത്തിൽ ആത്മപരിശോധനയ്ക്ക് വിധേയരാക്കുന്നുണ്ട്. ശരിയാണ്, നമ്മൾ പലരുടെയും മുൻപിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ അടച്ചു കളയുന്നുണ്ട്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ എത്ര പേരുടെ മുൻപിലാണ് നമ്മൾ വാതിലുകൾ കൊട്ടിയടക്കുന്നത്? എത്ര പേരുടെ മുമ്പിൽ നമ്മൾ വാതിൽ കൊട്ടിയടക്കാൻ ശ്രമിക്കുന്നുണ്ട്? ഒരു പുനർവിചിന്തനം നമ്മോട് തന്നെ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഒരാൾ വളരെ മനോഹരമായിട്ടൊരു എഴുത്ത് എഴുതിയിടുന്നുണ്ട്. അതിപ്രകാരമാണ്: ഒരാളെ ഓർത്തെടുക്കുന്നത് പോലും നമ്മൾ അയാളെ കണ്ടുമുട്ടിയ ക്രമത്തിലല്ല, നമുക്ക് എന്തു ചെയ്തു, ഏതൊക്കെ അവസ്ഥകളിൽ കൊണ്ടെത്തിച്ചു, കൂടെ നിന്നു എന്നൊക്കെ നോക്കിയാണ്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരാണോ, അല്ലെങ്കിൽ നമുക്ക് പ്രിയമുള്ളവരോട് മാത്രമാണോ നമ്മൾ അത്രമേൽ പ്രിയം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്? ഒരു പുനർവിചിന്തനം നമ്മോട് തന്നെ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുസ്വരൂപം തന്നെ ഒരു വലിയൊരു മാതൃകയായിട്ട് തോന്നാറുണ്ട്. കാരണം വിരിച്ചു പിടിച്ച ഒരു കരം, ഈശോയുടെ പിൻഗാമികളായിട്ടുള്ള പുരോഹിതരർപ്പിക്കുന്ന പരിശുദ്ധ ബലിയിലും വിരിച്ചു പിടിച്ച കരത്തോടുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന, സ്വർഗത്തിൻ്റെ ഒരു വലിപ്പം കാണിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് പലപ്പോഴും നമുക്ക് ശ്രദ്ധ കേന്ദ്രമായിട്ടുണ്ടാകും. ഇത്തരത്തിൽ നമുക്ക് വിരിച്ചു പിടിച്ച ഒരു കരമുണ്ടാകട്ടെ, ഹൃദയമുണ്ടാകട്ടെ. കർത്താവിൻ്റെ സ്വർഗത്തിൻ്റെ സൂക്ഷിപ്പുകാരും കർത്താവിൻ്റെ സ്വർഗത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സുമാകുവാനായിട്ടുള്ള വിളി സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അത്തരത്തിൽ സ്വർഗത്തിൻ്റെ ഗേറ്റുകൾ തുറക്കാനായിട്ടുള്ള ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ കുറച്ചുകൂടെ എല്ലാവരെയും പരിഗണിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ഒരു വാതിലാണ്. പലരും കൊട്ടും, പലരും അകത്ത് പ്രവേശിക്കും. അകത്ത് പ്രവേശിച്ചവരൊക്കെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും നമ്മളെ ഔട്ടാക്കുന്നുണ്ടോ എന്നുള്ളതുകൂടെ നമുക്കൊന്ന് പരിശോധിച്ചറിയാം. ഈ ഒരു ദിവസമെങ്കിലും നമ്മുടെയൊക്കെ വീടിൻ്റെ വാതിലുകളിലും ഹൃദയത്തിൻ്റെ വാതിലുകളിലും കൊട്ടിവരുന്നവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുവാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും അനുഗ്രഹിക്കട്ടെ.